വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2-3 കിച്ചൺ ടിപ്സും അതുപോലെ തന്നെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഷ് ബേസിനിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് കളറിലായിട്ട് ഇങ്ങനെ ഒരു വൃത്തികേടായ രീതിയിലൊക്കെ കാണൂല്ലേ, അത് പോകാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ക്ലോസപ്പ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കോൾഗേറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൾഗേറ്റ് ആണെങ്കിൽ ഒന്നും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അത് തേച്ച് കൊടുത്തിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും കേട്ടോ. നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇതുപോലെ തന്നെ ബാത്റൂമിലെ ടാപ്പ്, അതുപോലെ തന്നെ കിച്ചണിലെ ടാപ്പ്, ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കലാണ്. കട്ടിംഗ് ബോർഡിൽ കറകളും അതുപോലെ തന്നെ എന്താ പറയുക എണ്ണമയമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയുടെ പകുതിയും എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അങ്ങനെ ഉരച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കട്ടിംഗ് ബോർഡും അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കട്ടിംഗ് ബോർഡ് നല്ല ക്ലീനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയ ശേഷം നമുക്ക് ഇത് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ സിങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഹോൾസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ക്ലോറക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ്. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പം സോയാ ചങ്ക്സ് ഞാൻ ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വിനേഗർ, ഉപ്പ് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു 10 മിനിറ്റ് നേരം. അതിനുശേഷം നമുക്കൊരു പാൻ സ്റ്റൗ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കൂടുതലായിട്ട് ഫ്രൈ ആയി വരേണ്ട, പകുതി ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ. എന്നിട്ട് അതൊക്കെ ഞാനൊരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ 2 തക്കാളി, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ ചിക്കൻ മസാലയും ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാലയുടെ ഒക്കെ മണം നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിലോട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തന്നെ നമ്മൾ മിക്സാക്കി കൊടുക്കാം. നാളികേരം ഒന്ന് ചെറുതായിട്ടൊരു 1/4 ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് വേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ടിപ്സും റെസിപ്പിയാണ്. ട്രൈ ആക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.